ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വടിവേലു, ഫഹദ് ഫാസിൽ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന സുധീഷ് ശങ്കറിൻ്റെ സംവിധാനത്തിൽ വന്നിരിക്കുന്ന മാരീശൻ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ് കേട്ടോ. ഈ സിനിമ വരുന്നതിന് മുമ്പ് ഈ സുധീഷ് ശങ്കറിൻ്റെ ഡയറക്ഷനിൽ ഫഹദ് ഫാസിലിനെ വെച്ചൊരു മലയാള സിനിമ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ ആ പടം ഡ്രോപ്പായി പോയി. ഹനുമാൻ എന്നൊക്കെയാണ് ആ സിനിമയുടെ പേര്. അന്ന് ഇത് ഫഹദ് ഫാസിൽ ഒരു ജീപ്പിൻ്റെ മേലെ കയറി നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു. ശേഷം അതേ പ്രൊഡ്യൂസറും ആദ്യ സിനിമയും പ്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആർ.ബി. ചൗധരി ആയിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് ആ സ്ക്രിപ്റ്റൊക്കെ ഒഴിവാക്കി വേറൊരു സ്ക്രിപ്റ്റിൽ തമിഴിലൊരു സിനിമ ചെയ്തു. അതാണ് ഇപ്പോൾ മാരീസിനായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെറൈറ്റി പടമാണ്. വെറൈറ്റി പടമാണ് അത്രേ ഞാൻ പറയുള്ളൂ. കാരണം കഥയെക്കുറിച്ച് ഓവറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് ആസ്വാദനം വളരെ രീതിയിൽ ബാധിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഈ സിനിമയുടെ സ്റ്റോറി വളരെ സിമ്പിളാണ്. പക്ഷേ ഒരുപാട് ലേയേർഡ് ആയിട്ട് നല്ല ഒരു എൻഗേജിങ് ഫാക്ടർ നമുക്ക് ഈ സിനിമ തരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വടിവേലു ലെജൻഡ്. അദ്ദേഹത്തിൻ്റെ മാമന്നനിൽ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടിരുന്നു. അതിന് ഈക്വലായിട്ട് അല്ലെങ്കിൽ അതിന് മേലെ നിൽക്കുന്നൊരു കുറച്ച് സീക്വൻസ് ഉണ്ട് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചില സിറ്റുവേഷൻസ് കടന്നു പോകുന്ന രീതി അതൊക്കെ അടിപൊളിയായിട്ട് വളരെ നാച്ചുറലായിട്ട് ഇദ്ദേഹത്തിന് ഈ കോമഡി പീസായി കാണിക്കുന്നതിൽ എന്തുകൊണ്ടും ബെറ്റർ ഇങ്ങനെയുള്ള സീരിയസ് റോളിലും ഇതുപോലത്തെ കഥാപാത്രങ്ങളും കൊടുക്കണം. അദ്ദേഹം നന്നായി അത് പെർഫോം ചെയ്യുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏജിന് പറ്റിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ഡെപ്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. ക്യാരക്ടറുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ബോണ്ടാവാൻ കഴിയുന്നുണ്ട്. അത് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കിങ്ങനെ ക്യാരക്ടേഴ്സിന് പരിചയപ്പെടുത്തി കൊണ്ടുവരുന്ന രീതി തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായിരുന്നെങ്കിൽ ഫഹദ് ഫാസിൽ. അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ആദ്യം പറയേണ്ട കാര്യമില്ല. തെളിയിച്ചൊരു നടനാണ്. ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചില സീൻസിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചില സംശയങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് കള്ളത്തരം കാണിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വേറെ ലെവലായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ നിഷ്കളങ്കമായിട്ടും പിന്നെ ഒരുപാട് നമ്മളെ ഈ ഞാൻ പ്രകാശനിലൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഉഡായിപ്പ് ഒപ്പിക്കാൻ പോണതിന് മുമ്പുള്ള കുറച്ച് കാട്ടിക്കൂട്ടലുകൾ അതൊക്കെ ഇതിലുണ്ട്. കുറച്ച് ഐറ്റംസ് അങ്ങനത്തെ അതൊക്കെ നല്ല അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അറിയിച്ച് കോവൈ സരള, വിവേക് പ്രസന്ന ഇവർ രണ്ടുപേർക്കുമാണ് ബാക്കി സപ്പോർട്ടിംഗ് റോളുകളെ അപേക്ഷിച്ച് കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ ക്യാരക്ടർ വളരെ ഡീസൻ്റായി തന്നെ അവർ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. വിവേക് പ്രസന്ന അത്യാവശ്യം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. കോവൈ സരളയ്ക്കുള്ള സീൻസിലൊക്കെ അടിപൊളിയായിരുന്നു. അവരുടെ കൂടെ തന്നെ ഈ PL തങ്കപ്പ എന്ന് പറഞ്ഞ ആളും ചെയ്തിട്ടുണ്ട് ഒരു കോൺസ്റ്റബിളായിട്ട്. അദ്ദേഹം അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ സിനിമയിൽ മറ്റൊരു കുറച്ച് കഥാപാത്രങ്ങളായി വന്നിരിക്കുന്നത് പഴയ നടി സിത്താര വന്നിട്ടുണ്ട്, രേണുക, പിന്നെ ലിവിങ്സ്റ്റൺ അങ്ങനെ കുറേ പേര് ഈ സിനിമയിലുണ്ട്. അവർക്കൊന്നും അധികം സ്ക്രീൻ ടൈം ഇല്ല. പക്ഷേ ഉള്ള സീക്വൻസൊക്കെ അത്യാവശ്യം നന്നായി തന്നെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഈ സിനിമ മ്യൂസിക് ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ് കേട്ടോ. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ചില സീനിലൊക്കെ ആ ഒരു ത്രില്ലാണെങ്കിലും ശരി അല്ലെങ്കിൽ നമുക്കൊരു ഫീൽ തരുന്നതാണ് ഒരു സെൻറ്റി ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അത് കൺവേ ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് തന്നെയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ സോങ്സിലേക്ക് വരുമ്പോൾ ആ ഒരു പഴയ യുവൻ വൈബ് നമുക്ക് ഇവിടെ കിട്ടണില്ല എന്നുള്ളത് തന്നെ തീർത്തും പറയേണ്ട അവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു റേഞ്ച് ഉണ്ട്. അത് അദ്ദേഹം ഈ സിനിമയിലൊന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സിനിമകളിലൊന്നും കീപ്പ് ചെയ്തിട്ടില്ല. മ്യൂസിക്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചിലതൊക്കെ നന്നാവാറുണ്ട്. ലവ് ടുഡേക്ക് ശേഷം ഒരു പാട്ടുകളും എനിക്ക് അദ്ദേഹത്തിൻ്റെ വലിയൊരു കണക്റ്റായി ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുള്ളതില്ല കേട്ടോ. ഈ സിനിമയിൽ അത് തന്നെ തുടരുന്നു. അടുത്ത സിനിമയിൽ നമുക്ക് ഇതിൽ നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സിനിമയുടെ സംവിധായകൻ സുധീർ ശങ്കറിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് സാരംഗ് എന്ന് പറഞ്ഞ ആളാണ്. അത്യാവശ്യം ഡീസൻ്റ് എഡിറ്റിംഗ് ആണ്. കാരണം അത്യാവശ്യം ലെങ്ത്തുള്ള സിനിമയാണ്. ഇതിനെ വളരെ നമുക്ക് അതായത് ലാഗ് അടിക്കാതെ വളരെ സ്ലോ പേസിൽ സ്റ്റഡി ആയി പോകുന്ന ഈ സിനിമേനെ ലാഗ് അടിക്കാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫി ഇതിന് കലൈസെൽവ ശിവാജി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത്യാവശ്യം അടിപൊളിയായി തന്നെ സീക്വൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ നൈറ്റ് ഷോട്ട്സ് ഒക്കെ അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു സോങ് സീക്വൻസ് ഒക്കെ ആക്കാൻ നല്ല അടിപൊളിയായി ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഈ സിനിമയുടെ കഥ എഴുതിക്കുന്ന കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റ് വർക്ക് തന്നെയാണ് ഈ സിനിമയിൽ. അത് ഫസ്റ്റ് ഹാഫാണ് ഒന്നുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ സ്ലോ ആണ് സിനിമ. പറ്റൊരു സ്ലോ ആവില്ല. എന്നാലും ഒരു പരിധി വരെ അങ്ങനെ പോകും. ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും അടിപൊളിയാവുന്നുണ്ട്. ക്ലൈമാക്സ് അടിപൊളിയായി എൻഡിങ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ലൊരു മെസ്സേജ് വെച്ച് നമുക്ക് കണക്റ്റ് ആവും ഈ സിനിമ പെട്ടെന്ന്. അങ്ങനെയാണ് ഈ സിനിമയുടെ എൻഡിങ് ഒക്കെ. പിന്നെ ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഈ സിനിമ നിങ്ങൾ തിയേറ്റർ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ. കാരണം നല്ല രീതിയിൽ തന്നെ എടുത്ത് വെച്ചിട്ട് ഡീസൻറ്റ് പടമാണ്. മെയ്യഴകന് ശേഷം എനിക്ക് ആ ക്യാരക്ടറുകളുമായിട്ടുള്ള ട്രാവലിംഗ് ഉണ്ടല്ലോ അത് ഈ സിനിമയിൽ കിട്ടി. നല്ല അടിപൊളിയായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാണാത്തവർക്ക് അതൊന്ന് നോക്കി പോവാം.
താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.